അമേരിക്കയെ അടിച്ച് മൂലക്കിരുത്തുന്ന നിലപാടാണ് ഈ ആഴ്ച ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് തങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. അതിന് പ്രതികരണവുമായിട്ട് വന്നത് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി തന്നെയാണ്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ലെന്നും അവരുടേത് ദിവാസ്വപ്നവും ആഗ്രഹങ്ങളും മാത്രമാണ്, തങ്ങളത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ട്രംപിനുള്ള ഖംനായിയുടെ മറുപടി. പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ട്രംപ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം, അമേരിക്കയുമായി ചർച്ച നടത്താൻ വേണ്ടി ഇറാന് താല്പര്യമുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് ചാനലിന് അഭിമുഖം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വിവാദമായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇറാൻ പ്രതികരിച്ചിരിക്കുന്ന കാര്യമാണ്, തങ്ങളുടെ ആണവായുധ നശീകരണത്തിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത രാജ്യവുമാണ് അമേരിക്ക. B-2 ബോംബർ വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാജ്യത്തെ അമേരിക്ക ആക്രമിച്ചത്, അതും ഇസ്രായേലിന് വേണ്ടി. എന്നാൽ തങ്ങളുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയ്ക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈവശത്തിൽ എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ തങ്ങൾ അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയാണ് ഇത്തരം പ്രവൃത്തികൾ തങ്ങൾ ആരംഭിച്ചത് എന്നായിരുന്നു ഇറാൻ്റെ മറുപടി. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് US പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നതിനോടനുബന്ധിച്ച് രൂക്ഷമായ രീതിയിലാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്ക ചർച്ചയ്ക്ക് വന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇറാൻ പ്രതികരിച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നിട്ടില്ല. അത് തകർക്കാനുള്ള ഒരു സംവിധാനങ്ങളും നിലവിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ കൈവശത്തിലുമില്ല. നന്നായി സ്വപ്നം കാണുന്നുണ്ട് അവർ. അതവരുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ തങ്ങളുടെ രാജ്യവുമായിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ അവർക്ക് സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായ കാര്യമാണ്. അവരുമായി ഒരു ചർച്ചയ്ക്കുമില്ല. ഏത് തരത്തിലാണ് ചർച്ച ഇനി ആവശ്യമുള്ളത്? വളരെ കൃത്യതയോടുകൂടി അമേരിക്കയുമായി ചർച്ച നടത്തി സമാധാനത്തിലൂടെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച രാജ്യമാണ് ഇറാൻ. 5 തവണ ചർച്ച നടത്തുകയും 6ാം തവണത്തോടുകൂടി ഏകദേശം അത് പൂർണ്ണ രൂപം പ്രാപിക്കും എന്ന് ഉറപ്പുള്ള സമയത്താണ് ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ആക്രമിപ്പിക്കുന്നത്. ആക്രമിക്കുന്ന സമയത്ത് IAEAയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ആ സമയത്ത് ഇറാനിലുണ്ട്. എന്നാൽ അവർ പ്രതികരിച്ചിട്ടില്ല. ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ അവരെ രാജ്യത്തുനിന്ന് പുറത്താക്കുകയായിരുന്നു. പിന്നീട് തങ്ങളത് തിരിച്ചടി നൽകി. ശക്തമായിരിക്കുന്ന തിരിച്ചടിയിൽ ഇസ്രായേൽ തകർന്നു. അമേരിക്കക്ക് ശക്തമായിരിക്കുന്ന മറുപടിയും കിട്ടി. തങ്ങൾ ആക്രമ വീര്യമുള്ള രാജ്യമാണ് എന്ന് ലോകം തിരുത്തി എഴുതുകയും ചെയ്തു. ഇറാൻ എന്ന് പറഞ്ഞാൽ മറ്റ് ചെറിയ രാജ്യത്തിന് തുല്യമായ രീതിയിലായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ അതല്ല. ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ മാത്രം ബലമുണ്ട്, അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ മാത്രം ധൈര്യമുണ്ട് എന്ന് ലോകത്തിന് തെളിയിക്കാൻ ആ യുദ്ധം തങ്ങൾക്ക് ഉപകരിച്ചു. ഇപ്പോൾ അമേരിക്ക പറയുന്നത് തങ്ങളുമായിട്ട് ചർച്ച നടത്തണം, സമാധാനമായ ഇരിക്കുന്ന ഡീലിംഗ് വരണം എന്ന് കാര്യങ്ങളൊക്കെ. ആണവായുധം നിർമ്മിക്കുന്ന കാര്യത്തിൽ അവർക്ക് വലിയ പേടിയാണ്. അത് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഇസ്രായേലിനാണ്. ഇസ്രായേൽ എന്തിനാണ് പേടിക്കുന്നത്? അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ടല്ലോ, പിന്നെ അവർ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആണവായുധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ചർച്ച ഏതെങ്കിലും മേഖലകളിൽ നിന്ന് ആരും കേട്ടിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇരട്ട നീതി പാടില്ലല്ലോ, ഒറ്റ നീതിയല്ലേ പറ്റൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എല്ലാ കാര്യവും കൃത്യമായി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യയുമായി ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന ചർച്ചകൾ പോകുന്നത് മറ്റൊരു തലത്തിലേക്കാണ്. റഷ്യയുമായി ഇറാൻ ഇപ്പോൾ ആയുധ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് എന്ന് കൃത്യമായ രീതിയിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിലേറ്റവും ശക്തമായിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള മിസൈൽ അല്ലെങ്കിൽ ആയുധ ആക്രമണത്തിൻ്റെ പ്രതിരോധ സംവിധാനമാണ് എന്നുള്ളതാണ്. അയൺ ഡോമിനേക്കാൾ കിടപിടിക്കാൻ പാകത്തിൽ സംവിധാനമുള്ളത് റഷ്യയുടെ കൈവശത്തിലുണ്ട്. അത് വ്യാപകമായ രീതിയിൽ ഇറാനിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ, യുദ്ധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ആയുധ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം ഇറാനിലേക്ക് റഷ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പലസ്തീനുമായിട്ട് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട്.
പക്ഷേ അതിനൊരു പൂർത്തീകരണം ഇസ്രായേൽ നടത്തിയിട്ടില്ല എന്നുള്ളതും യുദ്ധകരാർ ലംഘിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ ആക്രമണം ഗസയ്ക്ക് നേരെ നടത്തുന്നു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇറാൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ യുദ്ധം അവസാനിച്ചിട്ടില്ല, ഇസ്രായേലും ഇറാനും തമ്മിലുള്ളത്. വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു കരാർ വ്യവസ്ഥയില്ല. തൽക്കാലം വെടിനിർത്തി എത്രമാത്രമേ ഉള്ളൂ, ഞങ്ങളിപ്പോഴും യുദ്ധത്തിലാണ്. തീർച്ചയായിട്ടും ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യമുള്ള രാജ്യമാണ്. അവർക്കെതിരെ ഏത് തരത്തിലുള്ള അക്രമവും തങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവാം, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാം, അതവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കിയ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആക്രമം പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം രാജ്യം ഒന്നാകെ ഇളകി മറിഞ്ഞിരിക്കുന്ന ഒരു മാസമായിരുന്നു ഈ ഇറാനെ ആക്രമിച്ചതോടനുബന്ധിച്ചുണ്ടായിരുന്ന പ്രത്യാക്രമണങ്ങൾ. അതിൽ വിറച്ചു പോയിരിക്കുന്ന രാജ്യം വീണ്ടും ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം അവരുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് എത്രത്തോളം ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നാൽ ഈ പ്രതിരോധ സംവിധാനത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് ഇറാൻ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ആ 12 ദിവസം ഇസ്രായേൽ നേരെ ഇറാൻ നടത്തിയത്. ഇത് അമേരിക്കയ്ക്കും വലിയ ഭയപ്പാടുള്ള കാര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് ആയിട്ടാണ് ഇസ്രായേൽ അറിയപ്പെടുന്നത്. 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ പിന്നീട് ചുറ്റുഭാഗത്തുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേൽ ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ ഇല്ലാതായ മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ വരവും നിന്നുപോകും. അമേരിക്കയ്ക്ക് ഒരു കൃത്യമായിരിക്കുന്ന സെൻറ്റർ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് അമേരിക്കക്ക് വലിയ പേടിയുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജയിച്ച് കിട്ടുക എന്നുള്ളത് അമേരിക്കയുടെ മാത്രം താല്പര്യമാണ്. ഇസ്രായേലിനേക്കാൾ ഏറെ താല്പര്യം അതാണ്. അതുകൊണ്ടാണ് ഒരു പേടിപ്പിക്കാൻ എന്ന തരത്തിൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇത് അമേരിക്കക്ക് അറിയാത്തതുകൊണ്ടല്ല, അമേരിക്ക കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. അതല്ലെങ്കിൽ ആക്രമിച്ച യുദ്ധവിമാനത്തിൽ അമേരിക്കയുടെ പൈലറ്റുമാരുണ്ട് എന്ന സംശയം പോലും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധങ്ങൾ കൂട്ടുക, പ്രതിരോധ സംവിധാനം ശക്തമാക്കുക, ഈ കാര്യങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ആയുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ രണ്ട് രാജ്യവും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗഹൃദ രാജ്യമാണ്. എല്ലാ കാലത്തിലും എല്ലാ സാഹചര്യത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കണം. ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു സൈനിക സായുധമായിരിക്കുന്ന സഹായം നൽകിയത് ഇറാനാണ്. അവരുടെ മിസൈലുകൾ റഷ്യ ഉക്രൈന് നേരെ ഉപയോഗിച്ച മിസൈലിന് 30% ഇറാൻ്റെ നിർമ്മിതമാണ് എന്നുള്ളത് ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനോട് അന്നും ഇപ്പോൾ ട്രംപിനോടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ഇറാൻ തള്ളാനുള്ള കാരണം ഇറാൻ സ്വയം പര്യാപ്തം നേടിയ രാജ്യമാണ്. അമേരിക്കയുടെ ഒരു സ്വപ്നങ്ങളും ഈ രാജ്യത്ത് നടപ്പിലാകാൻ പോകുന്നില്ല. അവരുമായിട്ടൊരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നല്ല പറഞ്ഞത്, സൗകര്യമില്ല എന്നുള്ളതാണ്. ചില പത്രങ്ങൾ എഴുതുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയെ ഇറാൻ അടിച്ചൊതുക്കി മൂലക്കിരുത്തി എന്നുള്ളതാണ്. അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി സൗകര്യമില്ലെന്ന് ഇറാൻ പറഞ്ഞു എന്ന് മറ്റൊരു പത്രത്തിൽ കാണാൻ പറ്റും. ഇറാൻ അമേരിക്കയുടെ അടിത്തറ വരെ ഈ ചൂഴ്ന്നെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള റിപ്പോർട്ട്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇറാൻ്റെ കരുത്തും ശക്തിയും തൻ്റെ ഇടങ്ങളും വളരെ കൃത്യതയോടുകൂടി തന്നെ അവർക്ക് പറയാൻ വേണ്ടി സാധിച്ചു. ലോകം അത് വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മുന്നോട്ട് ട്രംപിൻ്റെ പ്രയാണങ്ങൾ ഏത് തരത്തിലായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഇസ്രായേൽ ഏത് തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും അമേരിക്ക വഴങ്ങുന്നില്ല എന്നൊരു പരാതി ഇസ്രായേലിനുമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ, അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. അത് മുൻപേ ഇസ്രായേൽ പരോക്ഷമായിട്ട് പറഞ്ഞതാണ്. അത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതും അറബ് രാജ്യങ്ങൾ കൂട്ടത്തോടു കൂടി ഇസ്രായേലിനെതിരെ തിരിയുമെന്നുള്ളതും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ട്രംപ് പതുക്കെ പിറകോട്ട് പോകുന്നത്. എന്നാൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ഉന്തി യുദ്ധത്തിലേക്ക് എത്തിക്കുകയാണ്. അത് എത്തിച്ചതിൽ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന വിജയമാണ് ഇറാന് നേരെ അമേരിക്ക നടത്തിയിരിക്കുന്ന ബോംബാക്രമണം. ഏതായിരുന്നാലും ഈ ഒരു നിലപാടിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിരിക്കുന്ന പരാജയം
അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.